പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആദ്യം പോകുന്നത് ശ്രീരാമ ജന്മഭൂമിയിലേക്ക് തന്നെയാണ്. നാളെ വളരെ വിശിഷ്ടപ്പെട്ട ഒരു ചടങ്ങ് അയോധ്യയിലെ രാമജന്മഭൂമിയിൽ നടക്കാൻ പോകുകയാണ്. അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ 2023 ജനുവരി 22 ഭാരതത്തിന്റെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചത് നമുക്കറിയാം. അതിനുശേഷം അയോധ്യയിലെ രാമജന്മഭൂമിയിൽ നടക്കുന്ന ഏറ്റവും വിപുലമായിട്ടുള്ള ചടങ്ങാണ് നാളത്തേത്. അതായത് ക്ഷേത്ര നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയായ സാഹചര്യത്തിൽ ക്ഷേത്രത്തിന്റെ പ്രധാന ശ്രീകോവിലിന് മുകളിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും ചേർന്നുകൊണ്ട് ഭഗവത് ധ്വജം ഉയർത്തുകയാണ്. അയോധ്യയിൽ ധ്വജാരോഹണവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ ഇതിനകം തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരം നടന്ന കലശ ശോഭാഘോഷയാത്രയോടുകൂടിയാണ് ഈ ചടങ്ങുകൾ ആരംഭിച്ചത്. ഡൽഹിയിൽ നിന്നും ശ്രീകാന്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ശ്രീകാന്ത്, അയോധ്യ രാമജന്മഭൂമി എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അയോധ്യയിൽ നടക്കുന്ന ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ചടങ്ങാണ് ധ്വജാരോഹണം എന്നത്. ഒരുക്കങ്ങൾ എത്രത്തോളമായി ശ്രീകാന്ത്? ഗൗതം, അയോധ്യ രാം ജന്മഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശിഷ്ടമായ പവിത്രമായ ദിവസമാണ് നാളെ എന്നുള്ളത്. കാരണം ആ പ്രധാന ക്ഷേത്രത്തിൻ്റെ പണി പൂർണ്ണമായും കഴിഞ്ഞ ശേഷം അതിന് മുകളിൽ ധ്വജം സ്ഥാപിക്കുന്ന ചടങ്ങാണ്. കലശം അതിന് മുകളിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഇനി ധ്വജാരോഹണമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ 11:58 1 മണിക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ധ്വജാരോഹണ ചടങ്ങുകൾ പൂർത്തിയാക്കും. അതിൽ ഡോക്ടർ മോഹൻ ഭാഗവത്, അതോടൊപ്പം വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതാണ്ട് 500 ആണ്ടുകൾക്ക് മുകളിൽ അടിമത്തത്തിന് കീഴിൽ ഉണ്ടായിരുന്ന ഈ കനത്ത പോരാട്ടങ്ങൾ വേണ്ടി വന്ന ഒരു മേഖലയാണ് അയോധ്യ എന്ന് പറയുന്നത്. മുഗളന്മാരുമായും അവസാനം ബ്രിട്ടീഷുകാരുമായും ഏറ്റവും ഒടുവിൽ സ്വാതന്ത്ര്യാനന്തരം അവിടെ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ഭരണാധികാരികളുമായും പോരടിച്ച് ഏറ്റവും ഒടുവിൽ കോടതിയിൽ നിന്നും അതിനനുകൂലമായി ഉത്തരവ് കിട്ടി. അയോധ്യാവാസികൾ, ഈ രാജ്യത്തെ ശ്രീരാമ ഭക്തർ അവിടെ ഭവ്യമായ ശ്രീരാമക്ഷേത്രം പണിതുയർത്തുകയായിരുന്നു. അതിനു മുകളിലാണ് ഈ ഭഗവത് ധ്വജം സ്ഥാപിക്കാൻ പോകുന്നത്. ഒരു ക്ഷേത്രത്തിന് മുകളിൽ ഭഗവത് ധ്വജം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശിഷ്ടമായ പവിത്രമായ ചടങ്ങ് കൂടിയാണ്. അതിനാണ് നാളെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അയോധ്യയാകെ തന്നെ ഉത്സവ ലഹരിയിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഉത്തർപ്രദേശിലെ മുഴുവൻ സന്യാസ മഠങ്ങളിലെയും സന്യാസിമാരും മറ്റ് പ്രധാനപ്പെട്ട ആളുകളും എല്ലാം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തും. 12 പ്രധാന ക്ഷേത്രങ്ങൾ, അയോധ്യയിലെ 12 പ്രധാന ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ശോഭായാത്ര നാളത്തെ ദിവസം അയോധ്യ ശ്രീരാം ജന്മഭൂമിയിലേക്ക് എത്തും. അതിനുശേഷമായിരിക്കും ഈ പ്രധാന ചടങ്ങുകളിലേക്ക് കടക്കുക. കനത്ത സുരക്ഷ അയോധ്യയിൽ എമ്പാടും ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഗൗതം, ഒപ്പം ശ്രീകാന്ത്, ഈ സുരക്ഷാ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു ചോദ്യമുള്ളത്. കാരണം അടുത്ത കാലത്ത് ഈ അറസ്റ്റിലായിട്ടുള്ള ജിഹാദി ശക്തികൾ, പ്രത്യേകിച്ച് ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ള ഈ ഭീകരശക്തികളെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലെല്ലാം ഇവർ വെളിപ്പെടുത്തിയത് 25-ാം തീയതി ഈ ധ്വജാരോഹണവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങ് തന്നെയായിരുന്നു ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്നുള്ളതാണല്ലോ. അതായത് ഭാരതത്തിൻ്റെ സാംസ്കാരിക മുഖമായിട്ടുള്ള, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ആത്മീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീകമായ ഭഗവാൻ ശ്രീരാമൻ്റെ രാമജന്മഭൂമിയിൽ ധ്വജാരോഹണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ നമ്മുടെ രാജ്യത്തെ പല പ്രധാനപ്പെട്ട നഗരങ്ങളിലും സ്ഫോടനങ്ങളും മറ്റും നടത്തുകയായിരുന്നു തങ്ങളുടെ ലക്ഷ്യമെന്ന് ഈ ഭീകരശക്തികൾ ഇതിനകം വെളിപ്പെടുത്തി കഴിഞ്ഞു. അതിനാൽ അയോധ്യയിലെ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തൊട്ടാകെ എത്രത്തോളം വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ശ്രീകാന്ത്? ഗൗതം, അയോധ്യയിൽ പൂർണ്ണമായും പോലീസിൻ്റെയും അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും സുരക്ഷ ഏർപ്പെടുത്തി കഴിഞ്ഞു. ഇന്നലെ മുതൽ തന്നെ അയോധ്യയിലേക്ക് ഈ ക്ഷണിക്കപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് പ്രധാനമായും പ്രവേശനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഭക്തർക്ക് പ്രവേശനം 26-ാം തീയതി മുതലാണ്. കാരണം അത്രയധികം സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയും സർസംഘചാലകം എത്തുന്നതിൻ്റെ കൂടി പ്രാധാന്യം കണക്കിലെടുത്ത് സ്വാഭാവികമായും ഇന്ന് ഒരു ഉച്ചയ്ക്ക് ശേഷം പുറത്തു നിന്നുള്ള വാഹനങ്ങളും പുറത്തു നിന്നുള്ള കൂടുതലായുള്ള ആളുകളും അയോധ്യ നഗരിയിലേക്ക് കടക്കുന്നതിന് പരിമിതികൾ ഉണ്ടാകും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഭക്തർ സഹകരിക്കണമെന്ന അഭ്യർത്ഥന തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ഇതിനോടകം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്.
അവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് പാസ് കിട്ടിയ ആളുകൾ അവരെ മാത്രമാണ് അത് പരിശോധിച്ച ശേഷം ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. ഏതെങ്കിലും തരത്തിൽ വാഹനങ്ങൾ ഉള്ളിലേക്ക് കടത്തുക, പുറത്തു നിന്നുള്ള അനുമതിയില്ലാത്ത വാഹനങ്ങൾ ഉള്ളിലേക്ക് കടത്തുക, അനുമതിയില്ലാത്ത ആളുകൾ അയോധ്യ നഗരിയിലേക്ക് പ്രവേശിക്കുക, ഇതെല്ലാം തന്നെ അവിടെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പൂർണ്ണമായും ആ മേഖല ഈ ക്ഷേത്രത്തിലെ ചടങ്ങുമായി ബന്ധപ്പെട്ട ആളുകൾക്കും ആ പ്രദേശത്തുള്ളവർക്കും മാത്രമായി ഒഴിച്ചിടപ്പെടും. പുറത്തുനിന്നും ഭക്തർക്ക് കൂടുതലായി അവിടേക്ക് എത്തുക എന്നുള്ളത് പോലീസും അർദ്ധസൈനിക വിഭാഗങ്ങളും അനുവദിക്കാനുള്ള സാധ്യതയും കാണുന്നില്ല. മാത്രമല്ല ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, രാജ്യത്തെമ്പാടും മെട്രോ നഗരങ്ങളിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചടങ്ങിൻ്റെ ശോഭ കെടുത്താൻ ഈ ഡൽഹി ചെങ്കോട്ടയിൽ ഭീകരാക്രമണം നടത്തിയ ഈ അൽഫലാഹ് ഫരീദാബാദ് മൊഡ്യൂളിൻ്റെയൊക്കെ ഭാഗമായുള്ള ആളുകൾ ശ്രമിച്ചേക്കും എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളും ഉണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ ശ്രീകാന്ത്, അയോധ്യ രാമജന്മഭൂമിയിൽ നാളെ വളരെ വിശേഷപ്പെട്ട വിപുലമായിട്ടുള്ള ഒരു ചടങ്ങ് നടക്കാൻ പോകുന്നു. പുനർനിർമ്മിച്ച രാമക്ഷേത്രത്തിന്റെ മുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും UP മുഖ്യമന്ത്രിയും ഗോരഖ്പൂർ മഠാധിപതിയുമായ യോഗി ആദിത്യനാഥും ചേർന്നുകൊണ്ട് ഭഗവത് ധ്വജം ഉയർത്തുകയാണ്. അയോധ്യ രാമക്ഷേത്രത്തിലും അതോടൊപ്പം തന്നെ ഭാരതത്തിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലുമെല്ലാം ഈ വിശേഷപ്പെട്ട ചടങ്ങിനോടനുബന്ധിച്ച് വളരെ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. കേരളത്തിൽ ആരാധനാ സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്ന ദിവസം തന്നെയാണ് ഈ ചടങ്ങ് നടക്കുന്നത് എന്നതാണ് മറ്റൊരു ഏറ്റവും വലിയ സവിശേഷത എന്നത്. 1968 മലപ്പുറത്ത് തളി ക്ഷേത്ര സമരം നമുക്കറിയാം. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന K കേളപ്പജിയുടെ നേതൃത്വത്തിൽ നടന്ന തളി ക്ഷേത്ര വിമോചന സമരത്തിന്റെ വാർഷികമാണ് ആരാധനാ സ്വാതന്ത്ര്യ ദിനം എന്ന നിലയിൽ ഹൈന്ദവ സംഘടനകൾ കേരളത്തിൽ ആചരിക്കുന്നത്. ഇതേ ദിവസം തന്നെയാണ് അയോധ്യയിൽ പുനർനിർമ്മിച്ച രാമക്ഷേത്രത്തിന് മുകളിൽ ഭഗവത് ധ്വജം ഭാരതത്തിന്റെ ആദരണീയനായ പ്രധാനമന്ത്രി ഉയർത്തുന്നത് എന്നതും വളരെ ശ്രദ്ധേയമായ ഒരു ഘടകമാണ്.